الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين സഹോദരന്മാരെ പഠിച്ച തമ്പുരാന്റെ കൽപ്പനകൾ അതിന്റെ നിർദ്ദേശങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് ഭക്തിയുള്ളവരായി വിശ്വാസം നിലനിർത്തി ജീവിക്കാൻ ശ്രദ്ധിച്ചിരിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുക. വിശുദ്ധ ഖുർആനിൽ ചരിത്രങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തു. ഒട്ടനവധി ചരിത്രങ്ങൾ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. എന്തിനാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് അത് ഏറ്റവും നല്ല രൂപത്തിലായി തീരാൻ വേണ്ടി, മുന്നോട്ടുള്ള കുതിപ്പ് നന്നായി തീരാൻ എപ്പോഴും പിന്നിലോട്ടൊന്ന് ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. ചരിത്രം മനസ്സിലാക്കാൻ ആവശ്യമാണ് എന്നാണ്. സ്പോർട്സിനൊക്കെ ഓടാൻ നിൽക്കുമ്പോൾ കാണാറുണ്ടല്ലോ, കാല് മുന്നോട്ട് മാത്രമല്ല വെക്കുക, ഒരു കാല് പിന്നിലേക്കാണ്. അപ്പൊ എപ്പോഴും ഒരു പിന്നിലേക്കുള്ള ഒരു കാൽ വെക്ക്, അതാണ് മുന്നോട്ടുള്ള ഗമനത്തെ സുഗമമാക്കി തീർക്കുക. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ചരിത്രത്തിന് ഇത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 4000 വർഷങ്ങൾക്കപ്പുറത്ത് ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ച ഒരു മഹാനെ വിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യപൂർവ്വം എടുത്തു പറയുന്നുണ്ട്. 27 സൂറത്തുകളിലായി 69 സ്ഥലത്താണ് ആ പേര് പരാമർശിച്ചത്. ഇബ്രാഹിം. ആ പേരിന് പുറമെ ഒരുപാട് അപരനാമങ്ങളും അദ്ദേഹത്തിൻ്റെതായി ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഖാലിദ്, ഹലീം, ഖലീലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേറെ പേരുകൾ ആ ഇബ്രാഹിം എന്ന് പറയുന്ന പേരിന് പുറമെ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ എടുത്ത് പരാമർശിച്ചതായി കാണാൻ സാധിക്കും. ഏതായാലും ഇതൊരു അത്ഭുതമാണ്. 4000 വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ ആദർശ ജീവിതത്തെ ഓർക്കുകയും അതിനെ ആവിഷ്കരിക്കുകയും ചെയ്യാം. അതാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ജീവിതത്തെ ആവിഷ്കരിക്കുകയും ചെയ്യാനുള്ള അതിനുള്ള അമലുകളും പ്രവർത്തനങ്ങളും ഒക്കെ പ്രദാനം ചെയ്യുന്ന, അത് പഠിപ്പിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്നത്. ഹജ്ജിന്റെ വേള നമുക്കറിയാലോ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ, ഹാജറിന്റെ
ആ ജീവിതത്തെ ഒരു പുനരാവിഷ്കരിക്കലാണ്. ഇങ്ങനെ ചരിത്രത്തിൽ ഒരു വേറെ വ്യക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. ചരിത്രാതീത കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത് ചരിത്രം എഴുതിയിട്ടില്ല. എഴുതപ്പെടാത്ത ആ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചു തരികയും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. 5 നേരവും ആ ഇബ്രാഹിം നബിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത ചരിത്രമാണ് ഈ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. നമ്മുടെ ഓർമ്മയിൽ നിന്ന് വിടാൻ പാടില്ലാത്ത രൂപത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം. മില്ലത്തു ഇബ്രാഹിം, മില്ലത്തു ഇബ്രാഹിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അന ദഅവതു അബി ഇബ്രാഹിം, അന ദഅവതു അബി ഇബ്രാഹിം. ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ പ്രത്യുത്തരമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതിന്റെ ഉത്തരമാണ് ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അത് രണ്ടും അങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് മില്ലത അബീകും ഇബ്രാഹിം എന്നാണ്. മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്ത് എന്ന്. എന്താണ് പിതാവ് എന്ന് പറയുന്നത്? രക്തബന്ധത്തിലൂടെയുള്ള പിതാവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആദർശബന്ധമാണ്. ആദർശബന്ധത്തിലുള്ള ആ പിതാവിന്റെ ആ മില്ലത്ത്, ആ ലെഗസി, ആ മാതൃക, അതായിരിക്കണം നിങ്ങളുടെ ജീവിത മാതൃക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇമാമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതായി കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നൽകുകയും ആ പരീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹം വളരെ സമ്പൂർണമായ വിജയം കൈവരിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് എന്നോണം അള്ളാഹു നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം, ഒരുപാട് വചനങ്ങൾ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ റബ്ബ് പരീക്ഷിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് പരീക്ഷണങ്ങൾ എന്നുള്ളത് ചരിത്രം പറയുന്നില്ല, കേട്ടിട്ടുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം മനസ്സിലാക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവും തോന്നുന്നില്ല. അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന കാലത്തുണ്ടായിരുന്ന നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും അതേപോലെ തന്നെ രാജ്യത്ത് നിന്നും ആളുകളിൽ നിന്നൊക്കെ അദ്ദേഹം അനുഭവിച്ച പരീക്ഷണം. അവസാനം തീക്കുണ്ടത്തിൽ എറിയപ്പെട്ടത്, സ്വന്തം മകനെ അറുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായത്, മകനെയും ഭാര്യയെയും വിജനമായ മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്നാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ആഹ്വാനം ഉണ്ടായത്. ഈ രംഗത്തൊക്കെ യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ എല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളരെ കൃത്യമായി പൂർത്തീകരിക്കുകയുണ്ടായി. അപ്പോൾ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അങ്ങനെ ചെയ്തപ്പോൾ ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമ, ഇങ്ങനെ എല്ലാ രംഗത്തും ഏതേത് പരീക്ഷണങ്ങളിലും വളരെ കൃത്യമായി അദ്ദേഹം വിജയിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞു എന്നാണ്, ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമ, ഞാനിതാ നിന്നെ ആളുകൾക്ക് ഇമാമായി, മാതൃകാ പുരുഷനായി നിന്നെ നിയമിക്കുകയാണ്. ഇത് വല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് ആണ്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നേതാവായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അവലോകിക്കുകയാണ്. ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ലോകത്തൊരാൾക്കും കിട്ടാത്ത രൂപത്തിലുള്ള ഇങ്ങനെയുള്ള വലിയൊരു ആദരവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു നൽകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അപ്പോൾ പറയുന്നുണ്ട്, ഇത് എന്റെ സന്താന പരമ്പരയിലുള്ളവർക്കും ഈ ഒരു സ്ഥാനം നൽകിയാലും, ഇങ്ങനെ മുത്തഖീകൾക്ക് ഇമാമായി സജ്ജനങ്ങൾക്ക് നല്ല മാതൃകയായി എന്റെ സന്താനങ്ങളിൽ നിന്നും എന്റെ സന്താനങ്ങളിൽ നിന്നും ഇങ്ങനെ ഈ ഒരു പദവി നൽകിയാലും എന്ന് ഇബ്രാഹിം നബി ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ മറുപടി, ലാ യനാലു അഹ്ദുൽ വാലിമീൻ, ഈ ഉത്തരവ് നിനക്ക് ബാധകമാണ്. എന്നാൽ അക്രമികളായ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, അതായത് നിന്റെ സന്താന പരമ്പരയിൽ ഉണ്ടാകുന്നുവെങ്കിൽ അവർക്ക് ആ ഉത്തരവ് ബാധകമല്ല
എന്ന് പറഞ്ഞാൽ അവർ സജ്ജനങ്ങളുടെ അല്ലെങ്കിൽ ആളുകളുടെ ഇമാമായി നിൽക്കാൻ പറ്റിയവരല്ല. അതായത് ഒരു കുടുംബ പാരമ്പര്യത്തിന്റെ പേരിലല്ല ഇത്തരം സ്ഥാനങ്ങൾ നൽകപ്പെടുന്നത് എന്ന്. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ഒരു കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ടവർ എത്ര മോശക്കാരാണെങ്കിലും ശരി, അവർക്ക് ആ സ്ഥാനവും അതേപോലെ തന്നെ പദവിയും ദീനിന്റെ കാര്യത്തിൽ അവർക്ക് നേതൃത്വവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഖുർആൻ അവിടെ തിരുത്തുന്നു. എവിടെ ആളുകൾ തിരിഞ്ഞു പോകുന്നുവോ, തെറ്റിപ്പോകുന്നുവോ, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ ഈ പദവിക്ക് അവർ അർഹരല്ല എന്ന്, ഈ പദവി അവർക്ക് ലഭ്യമാകുന്നതല്ല എന്ന്. ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ലോകത്തിന്റെ മാതൃകയായി, ലോകത്തിന്റെ ഇമാമായി, ആളുകളുടെ ഇമാമായി നിശ്ചയിച്ചതായി പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ സവിശേഷമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ ഒരു പേരാണ് മുസ്ലിം എന്നുള്ളത്. മുസ്ലിം എന്നുള്ളത് ഇസ്ലാം, അതേപോലെ തന്നെ മുസ്ലിം എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു പ്രവാചകന്റെ പേരുമായി ബന്ധപ്പെടുത്തിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരുമായി ബന്ധപ്പെടുത്തിയാണ് ഇസ്ലാം എന്നുള്ള പദവും മുസ്ലിം എന്നുള്ള പദവും ഏറ്റവും കൂടുതൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന്. മറ്റു വേദഗ്രന്ഥങ്ങളിലൊന്നും ആ മതത്തിന്റെ പേരില്ല. അതുകൊണ്ട് സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്താം. ഇഞ്ചീലിൽ ക്രിസ്ത്യാനിറ്റി എന്നുള്ളൊരു ആ മതത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. തൗറാത്തിൽ, പഴയ നിയമത്തിൽ ജൂദായിസം എന്ന് പറയുന്ന ആ ഒരു മതം, അത് ആ മതത്തിന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നില്ല. ബുദ്ധമതത്തെ പരിചയപ്പെടുത്തുന്ന ബുദ്ധമത ഗ്രന്ഥങ്ങൾ, അതായത് ഏതെങ്കിലും ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ അതിന്റെ ആധികാരികമായ വേദഗ്രന്ഥം എന്നുള്ളതിനൊക്കെ അറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ ബുദ്ധമതം എന്നുള്ളത് നിലക്ക് പരിചയപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരു മതത്തെയും ആ മതത്തിന്റെ വേദഗ്രന്ഥത്തിൽ ആ മതത്തിന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നില്ല. എന്നാൽ ഇസ്ലാം വിശുദ്ധ ഖുർആനിൽ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം മാത്രമാണ് ഇങ്ങനെ ഒരു മതമാണ് എന്നുള്ളത് ആ ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കുക. അപ്പൊ ഇസ്ലാം, മുസ്ലിം എന്നുള്ള പദം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരുമായി ബന്ധപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളത് പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഫോം പൂരിപ്പിക്കുമ്പോൾ ജാതിയുടെ പേര് പറയുമ്പോ നമുക്ക് മുസ്ലിം, OBC എന്ന് എഴുതുമ്പോഴാണ് പലപ്പോഴും ആ മുസ്ലിം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു പാരമ്പര്യ മുസ്ലിം ആയിരുന്നില്ല. വിശുദ്ധ ഖുർആൻ ആ കാര്യമാണ് പറഞ്ഞത്. മാ കാന ഇബ്രാഹിമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കലും ജൂതനായിരുന്നില്ല. ജൂതമതത്തിന്റെ അതിന്റെ ആളായി ജൂതമതം പ്രഖ്യാപിച്ച ഒരു നേതാവായിരുന്നില്ല. വലാ നസ്റാനിയൻ, എന്നാൽ ക്രിസ്ത്യാനിയുമായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ. അദ്ദേഹം നേരെ ജീവിതത്തെ വക്രതയില്ലാതെ കൊണ്ടു നടന്ന മുസ്ലിമായിരുന്നു എന്ന്. ജീവിതത്തിൽ വളവില്ലാതെ, യാതൊരു ചാഞ്ചല്യവുമില്ലാതെ അള്ളാഹുവിനെ സമ്പൂർണമായി സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുമായിരുന്നില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരുമായിരുന്നില്ല എന്ന് വേറിട്ട ഒരു പാത സ്വീകരിച്ചവരായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അദ്ദേഹത്തെ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തിയത് കാന ഉമ്മത്തൻ എന്നാണ്. കാന ഉമ്മത്തൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ഉമ്മത്തായിരുന്നു, ഒരു സമുദായമായിരുന്നു എന്നാണ്. സാധാരണ ഉമ്മത്ത് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് ഒരു ലക്ഷ്യബോധമുള്ള സമുദായത്തിനാണ്. നമ്മൾ സാധാരണ പറഞ്ഞ കൗമ് എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിന്റെ അർത്ഥം സമൂഹം, സമുദായം എന്ന്. പക്ഷേ പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നും ഇല്ലാത്ത ഒരാൾക്കൂട്ടത്തിന് വേണമെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള ഒരു കൗമാണ് നമ്മൾ എന്ന് വേണമെങ്കിൽ പറയാം. നേരെ മറിച്ച് ഒരു ആദർശമുള്ള, ഒരു ലക്ഷ്യബോധമുള്ള ഒരു സമൂഹമാണെങ്കിൽ അതിനാണ് ഉമ്മത്ത് എന്ന് പറയാറുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു ഉത്തമ സമുദായമാകുന്നു. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്ന, തിന്മ ആളുകളിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുന്ന, ആളുകൾക്ക് വേണ്ടി
ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള ആളുകളാകുന്നു. അങ്ങനെയുള്ള ഒരു ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. ആളുകൾക്കിടയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അവരെ നന്മയിലേക്ക് നയിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു ഉമ്മത്താണ്. അതേ പദമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്, ഒരു ഉമ്മത്തായിരുന്നു എന്ന്. ഒരു സമുദായം ചെയ്യേണ്ട ആദർശ പ്രബോധനം ഒറ്റക്ക് നിർവഹിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നമുക്കറിയാലോ, ഞാൻ പറഞ്ഞു, ഒഴുക്കിന് അനുകൂലമല്ലാതെ എതിർത്ത് അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു, എതിരെ സഞ്ചരിക്കുകയായിരുന്നു. സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി എന്ത് ബാപ്പ വളരെ സ്നേഹത്തോടെ ആദരവോടെ തന്നെ ചോദിക്കുന്നത്, ബാപ്പച്ചി നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ എന്തിനാ നിങ്ങൾ അതിനെ ആരാധിക്കുന്നത്? കാണാത്ത, കേൾക്കാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ഇതിനെ എന്തിനാ ആരാധിച്ചുകൊണ്ടിരിക്കണം? നിങ്ങൾ പിശാചിന്റെ വഴിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞാനിതാ പറഞ്ഞു തരുന്നു, ഇതാണ് റബ്ബിന്റെ വഴി, യഥാർത്ഥ ഇലാഹിന്റെ വഴി ഇതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിതാവിനെ പ്രബോധനം ചെയ്യുന്നുണ്ട്. പിതാവ് എറിഞ്ഞാട്ടാണല്ലേ, ഇത് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞാട്ടും എന്ന് പറയാൻ പിതാവ് മറുപടി അതായിരുന്നു. എന്നാലും അദ്ദേഹം പിന്മാറാതെ തന്റെ പ്രബോധനത്തിൽ മുന്നേറുകയും ആളുകൾക്കിടയിൽ പ്രബോധനം ചെയ്യുകയും പിന്നീട് ആളുകൾക്കിടയിൽ അദ്ദേഹം ഇറങ്ങിയിട്ട് ഒരു കാര്യം പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നക്ഷത്രങ്ങൾ അല്ല, നിലാവുള്ള രാത്രിയിൽ ഇങ്ങനെ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് പറയാം, ഇതാണ് എന്റെ ഇലാഹ്. എത്ര എണ്ണമുണ്ട്, ഇതിനെ ഞാൻ ആരാധിച്ചാലോ എന്ന് ആളുകൾക്കിടയിൽ വെച്ച് ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോ നക്ഷത്രങ്ങൾ ആരാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായി. പിന്നീട് അവരുടെ മുമ്പിൽ തന്നെ പ്രഖ്യാപിക്കാണ്, അത് അസ്തമിച്ചു പോയപ്പോ, ഇല്ല, ഇങ്ങനെ അസ്തമിച്ചു പോകുന്ന ഒരു ഇലാഹ് എനിക്ക് വേണ്ട, ഇങ്ങനെ അസ്തമിച്ചു പോകുന്ന ഒരു ഇലാഹിനെ ഞാൻ ആരാധിക്കുകയില്ല. പിന്നീട് ചന്ദ്രൻ ഉദിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാണ് എന്റെ ഇലാഹ്, ഞാൻ അതിനെ ആരാധിച്ചാലോ. ചന്ദ്രനും അസ്തമിച്ചു പോയപ്പോൾ പറയുന്നുണ്ട്, ഇല്ല, ഇതിനെയും ഞാൻ ആരാധിക്കാൻ കൊള്ളുന്നതല്ല. സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ ആ വലിയ സൂര്യനെ കാണിച്ചിട്ട് ഇത് വളരെ വലിയതാണ്, ഇതിനെ ഞാൻ ആരാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. പിന്നീട് ആ സൂര്യൻ അസ്തമിച്ചപ്പോ പറയുന്നുണ്ട്, ഇതൊന്നും ആരാധ്യരാകാൻ പറ്റുന്നതല്ല. ഇവരെയൊക്കെ സൃഷ്ടിച്ചത് ആളുകൾക്കിടയിലേക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ. ഈ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, സൂര്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ശിർക്കിൽ നിന്നൊക്കെ ഞാൻ നിങ്ങൾ പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്ന ആ നാഥനെ പങ്കു ചേർത്തുകൊണ്ട് നിങ്ങൾ എന്തിനൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നോ അതിൽ നിന്നൊക്കെ ഞാനൊന്ന് വേറെ തന്നെയാണ്, ഞാൻ നിരപരാധിയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മാറി സഞ്ചരിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാതൃക പിൻപറ്റാൻ നമ്മൾ പറയുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ, ബാപ്പ അങ്ങനെ പറയുമ്പോ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ അങ്ങനെ പറയുമ്പോ നമുക്ക് ആദർശം അറിയാം, പക്ഷെ ആദർശത്തനുസരിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. ഭാര്യയും മക്കളും ഒക്കെ ഇപ്പോ അങ്ങനെ ആകുമ്പോ പിന്നെ ഞാനിങ്ങനെ, അതല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാതൃക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നുള്ള വേറെ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വേറിട്ട് നിന്ന ആ മില്ലത്ത് പിൻപറ്റാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാതൃക പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാതൃകയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥന കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്, ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ, ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ, ഇവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്നു. ഒരു മുസ്ലിമിന്റെ ബാധ്യത കൂടിയാണത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തനുസരിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്, നാട്ടിൽ ഐശ്വര്യം ഉണ്ടാവുക. നമ്മൾ പറയാറുണ്ടല്ലോ, പീസ് ആൻഡ് പ്രോസ്പെറിറ്റി എന്ന്, സമാധാനവും സമൃദ്ധിയും നാട്ടിലുണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ഈ സമയത്ത് ഭക്ഷണം നൽകണമേ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്.
അവരിൽ നിന്ന് വിശ്വാസികളായ ആളുകൾക്കൊക്കെ സമൃദ്ധി നൽകണമേ എന്ന് അള്ളാഹുവോടെ തിരുത്തി നിഷേധികളായ ആളുകൾക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥന തിരുത്തിയിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും ഈ ഇവിടെ സമാധാനവും സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ സാന്ദർഭികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ യുദ്ധത്തിന്റെയും ആക്രമണത്തിന്റെയും പ്രത്യാക്രമണത്തിന്റെയും ഒക്കെ റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രാർത്ഥന അതാണ്. നമ്മുടെ വീട്ടിൽ രാത്രി കിടന്നുറങ്ങാൻ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ജോലിക്ക് പോകാൻ നമുക്ക് കൃത്യമായ സമാധാനം നമുക്കില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ സമ്പത്ത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഏതെങ്കിലും രൂപത്തിൽ അതിനെ തടയപ്പെടുകയാണെങ്കിൽ അതില്ല, നെറ്റ് വിച്ഛേദിച്ചാൽ പോലെ, ബാങ്കിലുള്ള പണം അത് മരവിപ്പിച്ചാൽ പോലെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ആകെ ദുസ്സഹമാകും. അതുകൊണ്ട് തന്നെയാണ് ഒരു മുസ്ലിം പ്രാർത്ഥിച്ചിരിക്കണമെന്ന്, നാട്ടിന് നിർഭയത്വം നൽകണമേ, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണമേ, അല്ലാഹുവേ എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാകണമേ എന്ന പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വില്ലത്ത് വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത രൂപത്തിൽ അത് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആ മാതൃക ജീവിതത്തിൽ പിന്തുടരാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി. നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കുത്തുബകളിൽ പറഞ്ഞത്. ഈ നമസ്കാരം ശരിയാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് വുളു ഉണ്ടാക്കുക എന്നുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. വിശുദ്ധ ഖുർആൻ അത് സൂറത്തു മാഇദയിൽ എന്ന് പറയുന്നത് 6-ാമത്തെ ആയത്ത്, സത്യവിശ്വാസികളെ ഇതാ കുന്തും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ നിങ്ങൾ മുഖം കഴുകുക, കൈകൾ കഴുകുക, അതേപോലെ തന്നെ തല തടവുക, കാല് കഴുകുക എന്ന് പറഞ്ഞ അതിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിന്റെ വിശദീകരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ വുളു എടുക്കണം എന്നുള്ളത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തത് എങ്ങനെയാണ് എന്നുള്ളത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കുറച്ച് വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് മുമ്പിൽ വുളു എടുത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു ഹദീസ്, അത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചത് വാചകങ്ങൾ മാത്രം വായിക്കണം. അന്ന ഉസ്മാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവന്നു. വുളു എന്ന പദം കർമ്മത്തിന് വുളു എന്ന് പറയും. വുളു എന്ന് പറയുന്നത് വുളു എടുക്കാനുള്ള ആ വെള്ളം അല്ലെങ്കിൽ ആ വെള്ളം പാത്രം എന്ന അർത്ഥത്തിലൊക്കെ വളു എന്ന് പറയാനുള്ളത്. വെള്ളം പാത്രം കൊണ്ടുവന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മുൻകൈ 3 പ്രാവശ്യം കഴുകി. വുളു എടുക്കാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മുൻകൈ 3 പ്രാവശ്യം കഴുകുക. അതിന്റെ നിബന്ധനയായി ആദ്യം ബിസ്മി ചൊല്ലണം എന്നുള്ളത് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും വേണ്ടതാണ്. ഇപ്പൊ ബിസ്മി ചൊല്ലിയിട്ട് 3 പ്രാവശ്യം മുൻകൈ കഴുകി. നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന ഒരു കർമ്മത്തെ എങ്ങനെയാണ് വിശദീകരിച്ചത്? പിന്നെ വായിലേക്ക് വെള്ളമാക്കി, മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു. 3 കാര്യം ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. കൈ കഴുകിയതിനു ശേഷം വായിലേക്ക് വെള്ളാക്കുന്നുണ്ട്, മൂക്കിലേക്ക് വെള്ളാക്കുന്നുണ്ട്, അതേപോലെ തന്നെ അത് മൂക്കിൽ നിന്ന് വെള്ളം ഒഴിവാക്കലും വായിൽ നിന്ന് വെള്ളം ഒഴിവാക്കലും, ഇത് 3 കൂടി ചെയ്തു എന്നാണ്. പിന്നീട് മുഖം അദ്ദേഹം 3 പ്രാവശ്യം കഴുകി. പിന്നെ തന്റെ വലത്തെ കൈയിന്റെ മുട്ട് വരെ 3 പ്രാവശ്യം കഴുകി. അതേപോലെ തന്നെ ഇടത്തെ കൈയും കഴുകി. പിന്നെ തല തടവി, തലയും ചെവിയും ഒന്നിച്ചാണ് ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്. തലയും ചെവിയും തടവി എന്നുള്ളതാണ്. അതിനുശേഷം വലത്തെ കാല്
ഞെരിയാണി ഉൾപ്പെടെ കഴുകി. സലാസ മറാത്തിൽ 3 പ്രാവശ്യം. സുമ്മൽ യുസ്ര മിസ്ലദാലിക, പിന്നെ ഇടത്തേക്കാലും അതേപോലെ തന്നെ കഴുകി. സുമ്മ ഖാല, എന്നിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു, തവല്ലഅ നഹ്വ വുളൂഇ ഹാദാ, ഞാൻ ഇപ്പോൾ എടുത്ത ഈ വുളു പോലെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തത് എന്ന് പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ ഇങ്ങനെ അത് കാണിച്ചു കൊടുത്ത് വിശദീകരിച്ചു എന്നാണ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അപ്പൊ ഇതിന് പറഞ്ഞ കർമ്മങ്ങൾ നമ്മൾ വുളു എടുക്കുമ്പോൾ അതിൽ ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ തീർച്ചയായും അപ്പോഴാണ് അതിന്റെ സുന്നത്തിന്റെ പൂർത്തീകരണം ആവുക. ബിസ്മി ചൊല്ലിയിട്ട് കൈ കഴുകുക. ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കഴുകുകയാണെങ്കിൽ തന്നെ അത് കൈ പുറത്തേക്കാണ് കഴുകേണ്ടത് എന്നാണ്. ബക്കറ്റിൽ വെള്ളം കൈ മുക്കിയിട്ടല്ല കഴുകേണ്ടത്, പുറത്തേക്കാണ് കഴുകേണ്ടത്. നമ്മൾ ടാപ്പ് ആകുമ്പോൾ പ്രശ്നമില്ല. ഇങ്ങനെ കൈ മുൻകൈ കഴുകേണ്ടത് അത് പുറത്തേക്ക് കഴുകണം. എന്നിട്ട് പിന്നീട് വായിൽ വെള്ളം കൊണ്ടുവയ്ക്കുകയും അതോടൊപ്പം മൂക്ക് കൂടി വൃത്തിയാക്കുകയും ചെയ്തിരുന്നു എന്നാണ് അവിടെ മനസ്സിലാകുന്നത്. വായു മാത്രമല്ല, മൂക്ക് കൂടി വൃത്തിയാക്കൽ കൂടി ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ മുഖം കഴുകുമ്പോൾ ആ മുഖത്തിന്റെ അതിർത്തികൾ ഏതാണ് എന്ന് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. ആ മുടി മുഴക്കുന്ന സ്ഥലം മുതൽ മുഖം എന്ന് പറയുന്ന ഭാഗങ്ങൾ മുഴുവനും ആ വെള്ളം തട്ടുകയും മുഖം കഴുകുകയും ചെയ്തിരിക്കണം. അതേപോലെ തന്നെ കൈ കഴുകുന്നത് ആ മുട്ട് ഉൾപ്പെടെയുള്ള ഭാഗമാണ് കഴുകേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. തല തടവുന്നതിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മസഹ ബിറഅസിഹി മർറതൻ വാഹിദ, അലി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മറ്റൊക്കെ 3 പക്ഷെ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തല തടവിയത് ഒറ്റ പ്രാവശ്യം മാത്രമാണ്. എങ്ങനെയാണ് തല തടവിയത്? തന്റെ മുൻകൈ ഇങ്ങനെ മുൻഭാഗത്ത്, തലയുടെ മുൻഭാഗത്ത് വെച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി അങ്ങനെ പിന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ ആവർത്തിക്കുമ്പോൾ അങ്ങനെ അതാണ് ഒരു തടവലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. അങ്ങനെ ഒറ്റ പ്രാവശ്യമായിരുന്നു തടവിയിരുന്നത്. 3 പ്രാവശ്യം ഇങ്ങനെ തടവുന്ന തടവൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ കാല് കഴുകുന്നതും പിന്നെ ചെവി തടവുന്നതും അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. തന്റെ ചൂണ്ടുവിരല് ചെവിയുടെ ഉള്ളിലിട്ട് തള്ളവിരല് ചെവിയുടെ പുറത്ത് വെച്ച് ഇങ്ങനെ തടവുകയായിരുന്നു. ഉള്ളിലും പുറത്തും ഒന്നിച്ച് തടവൽ ഒരേ സമയം ആകുന്ന രൂപത്തിൽ ഉള്ളില് ചൂണ്ടുവിരല് പുറത്ത് തള്ളവിരല് വെച്ച് ഇങ്ങനെ തടവുകയായിരുന്നു. അത് ഒറ്റ പ്രാവശ്യം തല തടവുന്ന അതേപോലെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. കാല് കഴുകുന്നതിനെ സംബന്ധിച്ചും അത് ചളി കളയാനല്ല ഉളുവിന്റെ കാല് കഴുകൽ. ചളി കളയാന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യണം. അതിന് പുറമെ ഉളുവിന് വേണ്ടിയുള്ള കഴുകൽ അത് 3 പ്രാവശ്യം കാല് നെരിയാണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കഴുകിയിരിക്കുക എന്നുള്ളത് അത് ഉളുവിന്റെ പൂർണ്ണതയ്ക്ക് അതാണ് വേണ്ടത് എന്നുള്ളതാണ് ഹദീസുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിശദീകരണം വീണ്ടും നമുക്ക് നോക്കാവുന്നതാണ്. മറ്റേ ഹദീസുകളിൽ ഓരോ കർമ്മങ്ങളെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഏതായാലും ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നമ്മൾ പിന്തുടരുന്നുണ്ട് എന്ന് പൂർണ്ണമായി നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. കാരണം റസൂൽ പഠിപ്പിച്ചത് സ്വല്ലു, നിങ്ങൾ നമസ്കരിക്കുക, കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നു അതുപോലെ. അപ്പൊ ആ നമസ്കാരത്തിന് വേണ്ടി എന്തൊക്കെയാണോ റസൂൽ ചെയ്തത് അതൊക്കെ റസൂൽ ചെയ്ത മാതൃക അനുസരിച്ച് ആയിരിക്കാനുള്ള ശ്രദ്ധയുണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമാണ്. അല്ലാഹു ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കാനും യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനും മരിക്കാനും നമുക്ക് അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ കലക്ഷൻ നടത്തുന്നത് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള കലക്ഷൻ തന്നെയാണ്. അതുമായി എല്ലാവരും പരമാവധി സഹകരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതിൽ സൽക്കർമ്മമായി ചെയ്യാനുള്ള പ്രാർത്ഥനയും എല്ലാവരുടെ പക്കൽ ഉണ്ടാകണം. അത്തരം കർമ്മങ്ങളൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള അപാകതകളും പോരായ്മകളും കുറ്റങ്ങളും ഒക്കെ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ശാരീരികമായി മാനസികമായി അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ള പലരുമുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും നമുക്ക് മുമ്പേ വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവരുടെ ഉന്നതമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار.
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار